തൃശൂർ ചാലക്കുടിയിൽ കണ്ട പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ പുഴയോട് ചേർന്നുള്ള പറമ്പിലാണ് കൂട് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. അതിര ചാലക്കുടി ടൗണിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയെ കണ്ടത്. ചാലക്കുടിയിലെ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബസ് സ്റ്റാൻഡിന് 4 വീടുകൾക്ക് അപ്പുറമുള്ള ഒരു വീട്ടിലാണ് പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞത്. കഴിഞ്ഞ 24-നായിരുന്നു അത്തരത്തിലുള്ള ഒരു ദൃശ്യം പതിഞ്ഞത്. പിന്നീട് വനം വകുപ്പ് എത്തി ആ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് പുലിയുടെ കാൽപ്പാടുകൾ എല്ലാം പരിശോധിച്ച് ചാലക്കുടി ടൗണിൽ എത്തിയത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഈ പുലിയെ പിടികൂടാനാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്ര പരിസരത്തും ചാലക്കുടിയിലെ ക്ഷേത്ര പരിസരത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ പുലിയുടെ കാൽപ്പാടുകൾ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടിരുന്നത്. ഇതോടുകൂടിയാണ് എത്രയും പെട്ടെന്ന് തന്നെ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടുള്ളത്. കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പുഴയോട് ചേർന്നുള്ള പറമ്പിലാണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. 2 ആഴ്ച മുൻപ് കൊരട്ടി മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന കൂടാണ് ഇപ്പോൾ ചാലക്കുടിയിലേക്ക് എത്തിച്ച് ഇവിടെ സ്ഥാപിച്ചത്. ചാലക്കുടി DFO വെങ്കടേശ്വരൻ, പരിയാരം റേഞ്ച് ഓഫീസർ ജോബിൻ എന്നിവരുൾപ്പെടെ എത്തിയാണ്, വനം വകുപ്പ് RRT സംഘം ഉൾപ്പെടെ എത്തിയാണ് ഇവിടെ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. പുലിയെ പിടികൂടാനാകും എന്ന് തന്നെ പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതരുള്ളത്. ഈ പുലിയെ കണ്ടതോടുകൂടി കഴിഞ്ഞ ദിവസം ചാലക്കുടി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗമൊക്കെ വിളിച്ചിരുന്നു. ഈ ടൗണിൽ അടക്കം പുലി എത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലൊക്കെ ആയിരുന്നു. എന്തായാലും പുലിയെ പിടികൂടാനാകും എന്ന ഒരു വാർത്ത വരുന്നത് കാത്തിരിക്കുകയാണ് പ്രദേശത്തുള്ള ആളുകളും നഗരത്തിലുള്ള ആളുകളും. കടകളിൽ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒക്കെ പുലിയെ പിടികൂടാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കൂട് സ്ഥാപിച്ചു. ഇനി കെണിയൊരുക്കി മറ്റ് പുലി കൂട്ടിൽ കുടുങ്ങുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായുള്ള ഒരു കാത്തിരിപ്പാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊരട്ടി ചിറങ്ങരയിൽ 2 ഇടങ്ങളിലായി പുലിയെ കണ്ടത്. അവിടെ കൂട് സ്ഥാപിച്ചിരുന്നു. 10 ദിവസത്തോളമായി അവിടെ പുലിയെ കണ്ടത്. കൂട് സ്ഥാപിച്ചിട്ടും ഇപ്പോഴും ആ പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല എന്നൊരു കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഇത് ചാലക്കുടി ടൗണിലാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിരവധി ആളുകൾ ഉൾപ്പെടെ വന്നു പോകുന്നതാണ്. രാത്രി കാലങ്ങളിൽ കടയുടെ തിണ്ണയിൽ ഉൾപ്പെടെ നിരവധി പേർ അന്തിയുറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നഗരപ്രദേശമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പുലി ഇവരുടെ ജീവനെ എല്ലാം ഭീഷണിയാകുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുള്ളത് കൊണ്ട് അടിയന്തരമായി തന്നെയാണ് വനംവകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ആതിര.